ഇതാണ് നമ്മുടെ തൊമ്മൻകുത്തിലെ തൊമ്മന്റെ ഒരു ഇല്ലസ്ട്രേഷൻ. പൊന്നുസേ, അതെന്ത് പറ്റിയതാ? അതാരത്? തൊമ്മൻ എന്ത് പറ്റി? ചാടിപ്പോയോ? എന്നിട്ട് തൊമ്മൻ ഒഴുകിപ്പോയില്ലേ? അങ്ങനെയാണ് ഈ സ്ഥലത്തിന് തൊമ്മൻകുത്തെന്ന് പേര് വന്നത്. കൊള്ളാം. നമ്മളിപ്പോ തൊമ്മൻകുത്തിലാണ്. പൊന്നും ഉണ്ട്, ജോണും ഉണ്ട്, ത്രേസ്യാമ്മയുണ്ട്, ലിൻഡാമോളുണ്ട്, പിന്നെ നമ്മുടെ മമ്മിയുണ്ട്. മമ്മിക്ക് ക്യാമറയിൽ വരുമ്പോ കുറച്ച് ഷൈനസ് ഒക്കെ ഉണ്ട്. കയ്യിൽ വലിയൊരു ചാക്കൊക്കെ ഉണ്ട്. കാട്ടുതീ തടയുക, വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുക, തീപിടുത്തത്തിന് കാരണമായേക്കാവുന്ന വസ്തുക്കൾ കാടിനുള്ളിൽ അശ്രദ്ധമായി വലിച്ചെറിയാതിരിക്കുക. ഓക്കെ, ഓടരുത്, വീഴും 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 വീഴും. മമ്മിയുടെ കയ്യിൽ പേരയ്ക്കുണ്ട്, കത്തിയുണ്ട്. ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് കാറിനകത്ത് അരമണിക്കൂർ വെയിറ്റ് ചെയ്തു മമ്മി ഇറങ്ങി വരാനായിട്ട്. മമ്മി അങ്ങോട്ടും കൂടെ തെക്കും വടക്ക് നടക്കുകയാണ്. അപ്പോൾ പോയിട്ട് അവസാനം ചീത്ത വിളിച്ചപ്പോഴാണ് മമ്മി ഇറങ്ങി വന്നത്. കയ്യിൽ നോക്കിയപ്പോൾ ഒരു ചാക്കിനകത്ത് പേരയ്ക്ക, വാഴപ്പഴം, കത്തി, അതെ നാട്ടിൽ കിട്ടാവുന്ന സകല സാധനവും വാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഇത്ര സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കുന്നത് ചോദിച്ചു. പറഞ്ഞു അത് നമ്മൾ ടൂർ പോകുമല്ലേ എന്ന്. ശരിക്കും പറഞ്ഞാൽ തൊമ്മൻകുത്തിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരമുള്ളൂ. ഒരു സോഡാ നാരങ്ങ വെള്ളത്തിൽ തീരാവുന്ന കാര്യത്തിനാണ് അതേ ഈ കയ്യിലിരിക്കുന്ന സാധനം. ഇതാണ് നമ്മുടെ വീട്ടിലെ പരിപാടികൾ. മമ്മി ആദ്യമായിട്ടാണ് മമ്മി വന്നെ? എത്ര അടുത്തുള്ള സ്ഥലത്ത് മമ്മി ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ലേ? മമ്മി ദൂരെ ആനയാടിക്കുത്ത്. ഇവിടെ തൊട്ടടുത്തൊരു അടിപൊളി സ്ഥലം കൂടെ ആനയാടിക്കുത്ത്. അതൊരു ദിവസം നമുക്ക് കാണിച്ചു തരാം. എല്ലാവരും കൂടുതൽ ആൾക്കാരും വരുന്നത് തൊമ്മൻകുത്തിലേക്കാണ്. പക്ഷേ ഇതിന്റെ തൊട്ടപ്പുറത്ത് ആനയാടിക്കുത്ത് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അത് അടിപൊളി സ്ഥലമാണ്, എല്ലാവരും കാണേണ്ട ഒരു സ്ഥലമാണ്. അതായത് വെള്ളം ഇങ്ങനെ ഒരു പാറയുടെ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഒരു മലയിൽ നിന്ന് ഇങ്ങനെ വന്ന് വീണിട്ട് അവിടെ ഇങ്ങനെ ഒരു പൂള് പോലെ. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇറങ്ങി കുളിക്കാനൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ആഴമൊന്നുമില്ല. അപ്പോൾ നല്ല രസമാണ്. ഇത് പക്ഷേ നമുക്കിങ്ങനെ ട്രക്ക് ചെയ്ത് കുറച്ച് ദൂരം പോയി 7 നില കുത്തുണ്ട് അവിടെ. പക്ഷേ ആ കുത്തിൽ ഇപ്പോൾ വെള്ളം ഉണ്ടെന്നറിയില്ല. എന്നാലും ഒരു രസം, പോയി കണ്ടിട്ട് വരാം. നടക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കട്ടെ എല്ലാവരും. എന്താ പറഞ്ഞാൽ മലയാറ്റൂർ മല കയറും പോലെയാണോ? അയ്യോ, മലയാറ്റൂർ മല ഇതൊന്നും വെച്ച് നോക്കി ഇതൊന്നൊന്നുമല്ല. അത് കുറേ കയറാണ്ട്. ഞങ്ങള് മലയാറ്റൂർ മല കയറാൻ പോയി ഒരു ദിവസം രാത്രിയിൽ ജോണൂസിനൊക്കെ ഉറക്കി കിടത്തിയിട്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു പിള്ളേരെന്തേ കൊണ്ടുവരാത്തതെന്ന്. പിള്ളേരെ കൊണ്ടുവന്നുള്ള ഒരു കാര്യം ഇതായി കാണാനുണ്ടല്ലേ. ഇങ്ങനെ എടുക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ രസമുണ്ടെങ്കിൽ നടക്കില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ലിൻഡാമോളെ കൊണ്ട് പോകാം. ലിൻഡാമോളെ മലയാറ്റൂർ മല അവനെ ചോന്ന കയറട്ടെ. അവളുടെ പാപങ്ങളൊക്കെ പരിഹാരം എല്ലാം കഴുകി പോട്ടെ. അതെ. എടാ ജോണൂസേ, ഇറങ്ങി നടന്നടാ ജോണൂസേ. അമ്മാമേ എടുത്തോ, എല്ലാവരും എടുത്തോ. വെള്ളം വേണം? അയ്യേ, അത് കുടിക്കല്ലേ, അത് അവന് കൊടുത്തോ. അതായത് ഈ സ്ഥലമില്ലേ, ഈ പോകുന്ന പുഴയാണ് കാളിയാർ പുഴ. ഈ പുഴ പോയിട്ട് മൂവാറ്റുപുഴയിലാണ് ചേർന്നത്, അറബിക്കടലിലേക്ക് പോകും. അപ്പൊ ഈ പുഴയുടെ ഉത്ഭവമാണ് ഈ കാണുന്ന ഈ തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ കാണുന്ന മരങ്ങളൊക്കെ ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന പ്രളയത്തിന്റെ സമയത്ത്. അപ്പോൾ ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്ന മരങ്ങളാണ് ഇരിക്കണൊക്കെ. ഇവിടുന്ന് കുറെ മരങ്ങൾ ഇതുപോലെ ഒഴുകി പോയിട്ടുണ്ട്. താഴെയൊക്കെ കാണാൻ പറ്റും. ഇതിന്റെ താഴെയൊക്കെ കുറെ മരങ്ങൾ ഒഴുകിപ്പോയി അടിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ഇരിക്കുന്നത്. കുട്ടികളാകുമ്പോൾ നടക്കണം, ഓടണം, ചാടണം. അല്ലാണ്ട് ഇങ്ങനെ ആരെങ്കിലും ഒക്കത്ത് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നോക്കരുത് കേട്ടോ ജോണു. കേട്ടോ, അതിനവൻ പറഞ്ഞൊരു ന്യായമാണ്. എനിക്ക് പേടിയാ. സ്ട്രോങ് ആണോ ജോണു? ഇവിടെയാണ് നമ്മൾ അന്ന് ഇറങ്ങിയത്. ഇവിടെ ഇറങ്ങാൻ പറ്റും, പക്ഷെ ഭയങ്കര വില. തിരിച്ചു വരുമ്പോ ഇറങ്ങാം. എടാ, ഇവിടെയൊക്കെ പക്ഷേ ഉണ്ടല്ലോ അത്രയും മണ്ണുണ്ടായിരുന്നു ആ മരത്തിന്റെ ഒക്കെ അവിടെ വരെ. ഇത് നോക്കിയത് മുഴുവൻ കുത്തിയിടിച്ചു പോയതാ. ആ മരം നിൽക്കുന്നുണ്ടോ? വീട് മേളിലാ, ദൂരം മേളിലാ നോക്കി. തൊമ്മൻകുത്ത് പറയുമ്പോ ഞാനടുത്ത കൊറേ കാട് മാത്രമേ ഉള്ളൂ. തൊമ്മൻകുത്താ? തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ വെള്ളച്ചാട്ടമാണ്, 7 നില കുത്ത്. ഇതിവിടെ ചേർത്ത് മമ്മി 3ാമതായിട്ട് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആദ്യമായിട്ട് വരുന്നതിന്റെ ഒരു ചെറിയ പ്രശ്നം എനിക്കുണ്ട്. അതെ, ഞാനും ആദ്യമായിട്ടാ വരുന്നത്. ഇവരൊക്കെ കൊറേ പ്രാവശ്യം വന്നത്. ഞാൻ കുറെ പ്രാവശ്യം വന്നിട്ടില്ല, ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 2 തവണ ഇവിടെ വന്ന് കാറ് തിരിച്ചു പോയി. പക്ഷെ കഴിഞ്ഞ വട്ടം വന്നപ്പോ നമ്മള് പറഞ്ഞത് മമ്മി വന്നിട്ടില്ല ഇതുവരെ. എന്നിട്ട് മമ്മീനെ ഇട്ട് വരാൻ നോക്കി തിരിച്ചു പോയി.
തേനുണ്ടാവും മമ്മി, നല്ല തേൻ കിട്ടുമായിരിക്കും ഇവിടെ. ഇവിടെ ശരിക്കും ഇവിടെ ആന ഇത് ആന ഉള്ള കാടിന്റെ സൈഡ്. ഇവിടെ ആന വന്നു എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അച്ഛന്റെ അവിടെയൊക്കെ ആന വന്നു പറഞ്ഞു. ആ ഭാഗത്തൊക്കെ ആന വന്നു പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇങ്ങോട്ടൊന്നും വരില്ല, നമ്മൾ ഈ നടക്കുന്ന ഭാഗത്തേക്കൊന്നും വരില്ലായിരിക്കും. എന്തായാലും ശരിക്കും ആ ചേട്ടനെ പോലെ തന്നെ ഇരുന്നേ. നമ്മുടെ വീട്ടിലോട്ട് ചേട്ടൻ പാസ് ചെയ്ത് പോയി. അപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ സാധാരണ കാണാറുള്ള ഒരു കോമഡി ആർട്ടിസ്റ്റ് ഒരു ചേട്ടനുണ്ട്. അദ്ദേഹത്തിന്റെ അതേ ചായ ആയിരുന്നു. അപ്പൊ മമ്മി ആളെ പിടിച്ചു നിർത്തി റോട്ടിൽ. കണ്ട് അതല്ലേ ഇതല്ലേ ഇതൊക്കെ ചോദിച്ചു. പുള്ളിക്ക് ഒന്നും മനസ്സിലായില്ല. അതായത് പുള്ളിയുടെ ചായയിൽ ആ ഒരു സാദൃശ്യത്തിലുള്ള ഒരു എന്താ പറയാ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിട്ട് പുള്ളിക്ക് ഇത്രയും കാലമായിട്ട് അറിയണ്ടായില്ല. അപ്പൊ മമ്മി അതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ ചേട്ടൻ ആകെ കൺഫ്യൂഷൻ. സാജൻ എന്നാണ് പേര്. മമ്മിക്ക് അറിയോ? മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിനിമയിലും ടി വിയിലൊക്കെ ഉള്ള ആൾക്കാരെ കാണുമ്പോ. അതെ, ഞങ്ങൾ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ അതാരായിരുന്നു ഉണ്ടായിരുന്നത്? സ്വാസിക ചേച്ചീനെ കണ്ടു. അപ്പോ ഞാൻ ജസ്റ്റ് ചിരിച്ചു കാണിച്ചിട്ട് അങ്ങോട്ട് പോന്നു. പക്ഷെ മമ്മിക്ക് മിണ്ടാതെ ഒന്ന് അടുത്ത് പോയി ഒന്ന് സംസാരിക്കാതെ ഒരു രക്ഷയില്ല. അപ്പൊ കൂടെ മറ്റേ ചേച്ചിയുടെ ഹസ്ബൻഡ് ആ ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ മമ്മിയോടെ പോയിട്ട് ആ ചേട്ടനോട് ചോദിച്ചു പറഞ്ഞിട്ട് ആ സീരിയലില്ലേ അത് കഴിഞ്ഞോ? പുള്ളി മറുപടി അറിയാ. അപ്പൊ ഇപ്പൊ എവിടെയാ? ആ സീരിയലില്ലേ പറഞ്ഞു, ഇല്ല അത് കഴിഞ്ഞു. അപ്പൊ വേറെ സീരിയൽ ചോദിച്ചു, ആ സീരിയലില്ലേ? ഇല്ല, ഞാനേ ഇവിടെ ഇല്ലാതെ. സ്വീകരണത്തിലെ സീരിയല് എന്താ എന്റെ പൊന്നു പോയി, നീ എന്റെ ബ്രദർ അല്ലാന്ന് പറഞ്ഞിട്ട്. ഇത് നാട്ടുകാർ മുഴുവൻ കാണിക്കണോ? ഇല്ലടി, അത് കുഴപ്പമില്ല. അവക്ക് ഇറങ്ങാവുന്ന വഴിയുള്ളൂ. മമ്മി വെള്ളത്തിൽ ഇറങ്ങിയാലാണ് അപായമുള്ളൂ. നോക്കി നിൽക്കുന്നവർക്ക് പ്രശ്നമല്ല. മമ്മി പോരെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇതണ്ട. നിങ്ങൾ പണ്ട് വെറുതെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ. ഹൗസിന് ഇഷ്ടായോ? ഹൗസിന് സ്ഥലം ഇഷ്ടായോ? വെള്ളത്തിൽ പോണ ഹൗസിന് ഇഷ്ടായോ? ഇഷ്ടായോ കുഞ്ഞിനെ? വെള്ളത്തിൽ കാലിട്ട് ഇരുത്തട്ടെ കുഞ്ഞുന്നെ. അവിടെ അടുത്ത പരിപാടി. ജോണു വന്നലമ്പ് സൂക്ഷിച്ചു പോയി കഴിഞ്ഞാൽ ആൾക്കാർ കുളിക്കുന്നതൊക്കെ കാണാം അവിടെ മുകളില്. നല്ല രസമുള്ള സ്ഥലമാണ്. കാടെന്നൊക്കെ പറഞ്ഞ് ഇതാണ് കാട്. കണ്ടില്ലേ, ചുമ്മാ തിക്കായിട്ട് നിൽക്കുക. എന്ത് രസം കാണാൻ. വെള്ളം കുറച്ച് വെള്ളമുള്ളൂ, പക്ഷെ ഉള്ള വെള്ളം നല്ല രസമാണ്. കാരണം ഇത് വളരെ പ്യൂർ ആയിട്ടുള്ള വെള്ളമാണ്. ഇത് ഇവിടെയാണ് ഈ പുഴയുടെ ഉത്ഭവം തന്നെ. അപ്പൊ അത്രയും പ്യൂറാണ് വെള്ളം. വെള്ളത്തിൽ നോക്കിട്ട കാല് അവിടെ അവിടെ നിൽക്കാവുള്ളേ. അപ്പച്ചി ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇവിടെ ഇരിക്കാം. അവിടെ ഇരുന്നോ? കല്ലയിലിരുന്നോ? വെള്ളത്തിൽ വീണ് വേറെ ഉടുപ്പില്ല, നാനങ്ങി പോകുന്നു. ഫസ്റ്റ് ടൈം അല്ലേ തൊമ്മക്കുത്തില്? എങ്ങനെയുണ്ട്? വെള്ളമില്ല. വെള്ളമില്ലേ? ഇപ്പൊ ഈ കാണുന്ന എന്താ? വെള്ളമല്ലേ? കുറച്ചേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു നല്ല ഒത്തിരി വെള്ളം നമുക്ക് ഇനി ഇറങ്ങിയിരിക്കാൻ പറ്റില്ല. ഞാൻ എന്താന്നറിയോ, ഞാൻ മറ്റേ ഗൂഗിളില് ഫോട്ടോസ് നോക്കിയപ്പോ കൊറേ വെള്ളമുള്ള കണ്ടേ. അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വന്നോണ്ട്. ഇതൊക്കെ ഫ്ലഡിൽ ഒഴുകി വന്ന മരങ്ങളാവാനാണ് സാധ്യത. കണ്ടില്ലേ, ഇപ്പൊ അതൊരു പാലമായിട്ട് ഉപയോഗിക്കാൻ തോന്നുന്നു. എന്താ വെള്ളത്തിന് തണുപ്പൊന്നുമില്ല. തണുപ്പൊന്നുമില്ല. അത് നല്ല ചൂടല്ലേ ഇപ്പൊ? ഇളം ചൂടുള്ള വെള്ളം. ജോണസ് പേടിത്തൊണ്ടൻ. ഇഷ്ടായോ? ഇഷ്ടായില്ലേ? അത് ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് നോക്കിക്കോ. പണ്ട് ചെറുപ്പത്തിലെ പുഴയെ കുളിക്കാൻ പോകുമ്പോഴേ കക്കയും നല്ല കല്ലുകളൊക്കെ പറക്കിക്കൊണ്ട് വരിക. എന്തിനാ കല്ല് പറക്കിക്കൊണ്ട് പോണേ? ചുമ്മാ കളിക്കാനാ? മമ്മിയൊക്കെ പണ്ട് പുഴയുടെ സൈഡിൽ താമസിച്ചോണ്ടിരുന്നത് എന്റെ ചെറുപ്പത്തിലല്ലേ? നടന്നു പോണം. അത് നമ്മുടെ വീട് പുഴയിലേക്ക് കുറച്ച് നടക്കാണ്ടായിരുന്നല്ലേ? അത് കെട്ടിക്കൊണ്ട് കെട്ടിക്കൊണ്ട് വന്നപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞു. അവിടെ പണ്ട് ചെറുപ്പത്തിലേ അങ്ങ് കാളിയാർ പുഴയുടെ അത് കാളിയാർ പുഴ ഒഴുകി വരുന്നല്ലേ? കടൂർ പള്ളിയുടെ ഒക്കെ അവിടെ. ഞാൻ കാലമൊക്കെ പുഴയിലൊക്കെ പോയി കുളിച്ചിട്ടുണ്ട്, തുണി അലക്കിയിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മമ്മിക്ക് നീന്താ അറിയോ? പിന്നെ എന്ത് വിശ്വസിച്ചിട്ടാണ് മമ്മി പുഴയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്? ഒരു ദിവസം കുളിക്കാൻ പോയപ്പോ തുണി ബക്കറ്റ് ബേസം വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് തുണി അലക്കാനായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും
മോളിൽ നിന്ന് വലിയ വെള്ളം വന്നു. എന്നിട്ട് ബേസിനെ ഒഴുകിക്കൊണ്ട് പോയി. ഞാൻ കുറച്ചേരം അതിന്റെ പുറകെ പോയി. കൊറേ ദൂരം പോകാത്ത നന്നായി. തൊട്ടടുത്ത് കയാറുന്നു. അയ്യോ, ഞാൻ ഉണ്ടായില്ല. അപ്പൊ ലിൻഡാമോള് ലിൻഡാളുണ്ടോ? ലിൻഡാള് കുഞ്ഞുകുട്ടിയാ. പക്ഷേ നിന്റെ അമ്മാമ്മ മമ്മി പറഞ്ഞ നീ കേട്ടോ കഥ? കേട്ടോ? എന്തെന്നാ? ബേസിന്റെ പുറകെ പോയായിരുന്നെങ്കിലേ നീയും കാണില്ല ഞാനും കാണില്ല. ലിൻഡാമോളെ ആരെങ്കിലൊക്കെ വളർത്തിയായിരുന്നു. അപ്പൊ ബേസിന്റെ പുറകെ പോകാത്ത നന്നായി. മമ്മിക്ക് ഇപ്പോഴും നീന്താൻ അറിയില്ല. പക്ഷെ പപ്പായി സൂപ്പറായിട്ട് നീന്തൂട്ടാ. പപ്പായി മരങ്ങളൊക്കെ പിടിക്കാൻ മറ്റേ ഓഹോ ഹോ നേരൻ ആ വൈബായിരുന്നു. മരങ്ങളൊക്കെ പിടിക്കാൻ കയറിട്ട് പിടിച്ചോണ്ട് കരക്കടിപ്പിക്കുന്ന പരിപാടികളൊക്കെ ആയിരുന്നു. റിസ്ക് തന്നെ. ഇത് പക്ഷെ വേറൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇതിലെ കാണുന്നത്. ചേച്ചി ഇതിലോ നോക്കി നോക്ക്. പോളറൈസിൽ കണ്ടതായതുകൊണ്ട് മറ്റു റിഫ്ലക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. റിഫ്ലക്ഷൻസ് ഇല്ലാതെ കറക്റ്റ് നമ്മളിപ്പോ ഈ കാണുന്ന ഈ മരങ്ങളെ ഫോട്ടോയില് കാണില്ലേ ഇലകളിലുള്ള റിഫ്ലക്ഷൻസ് ഇല്ലേ ഇതേ കാണുന്നൊക്കെ. ഐഫോൺ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ മുക്കാം. പക്ഷെ തുമ്പത്തിരിക്കുന്ന കാരണം മറ്റേ അവന്റെ പേരിനടാ വാഴയ്ക്കവരെ. അവന്റെ പേര് എനിക്കറിയില്ല. കാലിന്റെ അറ്റത്തുണ്ട്. ഞാൻ വന്നോണ്ടാന്നോ മീനൊക്കെ പോയി. കാലിന്റെ അറ്റത്തുണ്ടാ കണ്ടോ? അവിടെ ഇരുന്നോട്ടാ. പൊന്നാണ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണേ. ആ കല്ലേക്ക് ഈ കല്ലേക്ക് ചാട്ടണം. ഫുൾ ചാട്ടം. പൊന്നു നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അവളെ ശ്രദ്ധിക്കണം നല്ലതാ. ഹൗസൂനോട് നിന്നിട്ട് ഒരു രക്ഷയില്ല. എങ്ങനെയും വെള്ളത്തിൽ ചാടണമെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളത്തിൽ പോണ ഹൗസിന് പറഞ്ഞാണ വർത്താനം പറഞ്ഞാണ കുഞ്ഞു. ദേ ആരത്? അപ്പയാണോ? അപ്പ ഹൗസും മമ്മിയാണോ അത്? ആണോടാ? കുഞ്ഞിച്ചിറക്കനെ കുറച്ചേരം കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കട്ടെ. ഇവിടെ CCTV ഒന്നുമില്ല. ഏതാ? പോട്ടെ. ഫ്രണ്ട് നടന്നോ? ധൈര്യമായിട്ട് നടന്നോ? ധൈര്യമായിട്ട് നടന്നോ? അക്രോഫോബിയോ? അക്രോഫോബിയ ഒന്നും പ്രശ്നമില്ലടി. ഇഷ്ടായോ? പക്ഷെ എനിക്ക് മനസ്സിലായത് ആ ഗൈഡ് ചേച്ചി നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. എന്നാ നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം. കമോൺ. കയ്യെ പിടിച്ച് നടന്നോട്ടാ. നോക്കി നടക്കണേ, വീഴരുതട്ടോ ജോണൂസേ. കേട്ടോ? ഇല്ലല്ലോ? ഓക്കെ. അങ്ങനെ അവിടുന്ന് കയറി. ഇനി അവിടെ ആയിട്ടാണ് മറ്റേ 7 നില കുത്തും പരിപാടികളൊക്കെ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് എന്താ സംഭവം നോക്കിയിട്ട് വരാം. ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ്, ഇവരൊന്നും കണ്ടിട്ടില്ല. ഞാൻ ചേച്ചിയും കണ്ടിട്ടുണ്ട്. പൊന്നൂസേ വാ, ഓടിയോ ഓടിയോ, നമുക്ക് പോയി നോക്കിട്ട് വരാം. വീട്ടിൽ കൊണ്ടുപോകാന്നിരുന്ന ആ കമ്പ് വിറകാ. ഫോട്ടോ എടുത്തില്ല മമ്മി എങ്ങോട്ട് പോണി? ഇങ്ങോട്ട് വാ. അവിടെ വെറുതെ വെക്കേ. 3 ആളും കൂടി ഫോട്ടോ എടുക്കാനാ. വെറുതെ കൊതുകൊണ്ടിട്ടോടെ കാട്ടില് പിന്നെ കൊതുകൊണ്ടാണ്. ഇത് ഇതുണ്ട് ഒരു പാറ. ഈ പാറയിൽ ആരൊക്കെ എന്തൊക്കെ കെൽട്രോൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണാവോ? കെൽട്രോൺ ബ്ലാവ് എന്തൊക്കെ KL05 എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് ചെരിഞ്ഞാണ് നിൽക്കുന്നത് ശരിക്കും പാറ. അപ്പോൾ മഴയൊക്കെ പെയ്ത് അതിൻ്റെ അടിയിൽ കയറി നിന്നാൽ ചിലപ്പോൾ നനയാണ്ട് രക്ഷപ്പെടായിരിക്കും. ഇതൊക്കെ വല്ല പണ്ട് കാലത്ത് വല്ല ഉരുള് പൊട്ടിയപ്പോഴും അങ്ങനെ വല്ല ഉരുണ്ട് വന്നിരിക്കണേ. അല്ലല്ല, ദേ ഇരിക്കുന്ന പാറകളൊക്കെ ഉണ്ട്. ഈ കിടക്കുന്ന പാറക്കല്ലുകളൊക്കെ ഇതൊക്കെ അങ്ങനെ വല്ല ഉരുളുപൊട്ടലിലൊക്കെ പണ്ട് മുകളിൽ നിന്ന് ഉരുണ്ട് വന്നിട്ടുള്ളതായിരിക്കണം എന്നാണ് തോന്നണേ കണ്ടിട്ട്. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പാറ വരേണ്ട യാതൊരു കാര്യമില്ല. മമ്മി എല്ലാം കണ്ട് ആസ്വദിച്ച് എല്ലാം കൃത്യമായിട്ട് പഠിച്ചൊക്കെ വരണേ. യാത്രാ വിവരണം എഴുതി കൊടുക്കാനുണ്ടോ സ്കൂളിൽ പോയിട്ട്? മറ്റേ ട്രീ ഹൗസ് ഏറുമാടം ഉണ്ടായിരുന്നു, അവരത് പൊളിച്ച് കളഞ്ഞു തോന്നണേ. ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞ് കയറാൻ പറ്റുന്ന രീതിയിൽ മരത്തിന്റെ മരോട്ടി. ഇതാണ് മരോട്ടി. മരോട്ടി കാ കേട്ടിട്ടുണ്ടല്ലോ. എണ്ണയൊക്കെ ഉണ്ടോ? ചോദിച്ചെങ്കിലും അറിയാളോ. അമ്മ മരിച്ചു. മരോട്ടിക്ക എന്തിനാന്നോ? അമ്മയ്ക്ക് ഒറ്റമൂലികളൊക്കെ അറിയാറുന്നോളൂല്ലേ? അമ്മ മരിക്കണതിന് മുമ്പ് അത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തോ? അമ്മ അന്നേരം മരിക്കും അറിഞ്ഞില്ല. അല്ലെങ്കിൽ മമ്മി ചോദിച്ചു മനസ്സിലാക്കിയ അമ്മയുടെ ആദ്യത്തെ സന്താനം കൊടിഞ്ഞിന്ന് വെച്ചാല് മൈഗ്രെയിനുള്ള ഒറ്റമൂലി അമ്മമ്മയ്ക്കല്ല മമ്മയുടെ വല്യമ്മയ്ക്ക് അറിയായിരുന്നു.
മമ്മി ചോദിക്കുകയാണ് ഈ ആൾക്കാരൊക്കെ ഇവിടുത്തെ ജോലിക്കാരൊക്കെ എന്താണ് ഇങ്ങനെ വെറുതെ ഇരിക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു, അതായത് ഇവിടെ ഈ ആളുകൾ ഇറങ്ങുന്ന സ്ഥലത്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവരെ ഇരുത്തിയേക്കണം. അപ്പം ആരെങ്കിലുമൊക്കെ ഇറങ്ങി എന്തെങ്കിലും പലരും കേട്ടിട്ടുണ്ടാവും. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. കുറെ പേര് മരിച്ചു പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിൽ മദ്യപിച്ചിട്ടും ഒക്കെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങി ചുഴിയിലൊക്കെ പെട്ട് അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടാറ്. അപ്പം അങ്ങനെ അപകടങ്ങളൊക്കെ ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വന്നാൽ ഒരു പ്രശ്നമില്ല. ആ മരമാണ് ചീനി. ചീനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചീനി മുളകിന്റെ ചീനിയല്ല, വലിയ ചീനി. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ തീപ്പെട്ടി കമ്പനിക്കാരും തീപ്പെട്ടി ഉണ്ടാക്കാനും അങ്ങനത്തെ പരിപാടികൾക്കൊക്കെയാണെന്നാണ് കേട്ടിട്ടുള്ളത്. ചൂരലോ? ഏത് ഇതാണ് ചൂരലിന്റെ തൈ? ഒരു മരത്തിന്റെ പാലമൊക്കെ ഉണ്ട്. ഇതിലൂടെ ശരിക്കും ഒരു വെള്ളച്ചാട്ടം, ഒരു വെള്ളം ഒഴുകി വരുന്നൊരു സ്ഥലമാണ്. വെള്ളമൊക്കെ കുത്തി ഒലിച്ച് വന്ന് ഇങ്ങനെ ഈ പുഴയിലേക്ക് ചേരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് പാലം മാത്രമേ ഉള്ളൂ. നമ്മൾ എവിടെ എത്തി ദ്രശ്യമേ? ഏഴിമലയല്ലടി, 7 നിലക്കുത്ത്. ഇതാണ് 7 നിലക്കുത്ത് ഈ കാണുന്നത്. ഇത് മൊത്തം 7 നിലകളുണ്ടെന്നാണ് പറയണത്. ഇപ്പൊ വെള്ളച്ചാട്ടത്തില് വെള്ളം ഇല്ലാത്തത് കൊണ്ട് കുത്ത് മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചേരം മുമ്പ് പറഞ്ഞത് ഇവിടെ കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. അതായത് ഇവിടുത്തെ ഇതേ കാണുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുളിക്കാനുള്ള അനുവാദങ്ങളൊക്കെ ഉണ്ട്. നല്ല മഴക്കാലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ഇറങ്ങാൻ, അത്രയും വെള്ളം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ വെള്ളമില്ല, കുറച്ച് വെള്ളമുള്ളൂ. ഈ കാണുന്ന ഈ കുറച്ച് വെള്ളമുള്ളൂ ആകെ. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. മഴക്കാലത്തിലെ മഴ കഴിയുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ത്രേസ്യാമേ, അടുത്ത് നമ്മളാവാതിരിക്കാൻ നമ്മൾ പുഴയിൽ ഇറങ്ങുന്നില്ല. ജോണുവിന്റെ ക്ലൂക്ലൂസ് പൊടി ഏതാടാ? അപ്പച്ചന്റെ ക്ലൂക്ലൂസ് പൊടി ഏതാ? ഇത് തൊമ്മൻ ഇവിടെ എവിടെയാണ് മരിച്ചേക്കണത്? പ്ലാവ് വെട്ടി കളഞ്ഞാണ്. പ്ലാവ് കഴിഞ്ഞ തവണത്തെ ആ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോയി. മമ്മി ചോദിക്കുകയാണ് ഇവിടെ എവിടെയാണ് പ്ലാവ്. ശരിക്കും അങ്ങനെ ഒരു പ്ലാവ് ഇല്ല ഇവിടെ എവിടെയോ. തൊമ്മൻ വീണ പ്ലാവ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? മമ്മി പേരയ്ക്ക സാധനങ്ങളൊക്കെ എടുക്കാൻ പോയപ്പോ ഞാനവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി, പെട്ടെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട്. അപ്പൊ അന്നേരം മമ്മി ഇറങ്ങി മിണ്ടാണ്ട് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ എന്നോട് പറയാം ഇപ്പൊ എങ്ങനെയുണ്ട്. ഇപ്പൊ പേരയ്ക്കൊക്കെ ഇവിടെ പിടിച്ചു പറയാണ്. അപ്പൊ പറയാം ഇപ്പൊ ഞാൻ വെയിറ്റ് എടുത്താൽ നിങ്ങളൊക്കെ നോക്കിയിരിക്കുള്ളൂ, തിന്നാൻ പറ്റില്ല. അത് ഒരു പാത്രം പോയിട്ട് ഒരു തുണ്ടം ഞാനാ. ആണോ? തുണ്ടം പെട്ടെന്ന് ഞാനൊരു സൈക്കിൾ കടയിൽ പോയിട്ട് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീടിന്റെ അടുത്ത്, ചേട്ടാ ഒരു തുള്ളി കാറ്റടിച്ചു തരുമോ? അപ്പൊ ആ ചേട്ടൻ തുള്ളി കാറ്റൊന്നും അടിക്കാൻ പറ്റില്ല. കാറ്റിലെവിടെയാ പറ്റിയ തുള്ളിന്ന്? എനിക്ക് വേണ്ട, എന്റെ അഭിമാനം എനിക്ക് എന്നെ അനുവദിക്കുന്നില്ല. അഭിമാനിയല്ല, എനിക്ക് വിശപ്പാ വലുത്. എനിക്ക് വിശപ്പാ വലുത്. എനിക്ക് പ്രശ്നം ഇല്ല, നിങ്ങൾക്ക് അഭിമാനമല്ല വലുത്. ഇപ്പൊ അഭിമാനമൊക്കെ പോയി. അങ്ങനെ നമ്മള് തൊമ്മൻകുത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു. ഇനി മുകളിലേക്ക് കുറെ പോകാനുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ അത് ഞങ്ങള് അതെ, പക്ഷെ നമ്മുടെ പിള്ളേരൊക്കെ ആകെ ടയർഡായി, ഭയങ്കര ചൂടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊട്ടും എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് നമ്മൾ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇതേ മമ്മി ഇതേ സാധനങ്ങൾ സഞ്ചിക്കാത്തുള്ള ഓരോന്നായിട്ട് പുറത്തെടുത്ത് തുടങ്ങി കഴിക്കാനായിട്ട്. അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങള് സന്തോഷമായിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ഇതേ കത്തിയൊക്കെ കാണിച്ച് പേടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ബൈ.